ഹലോ ഡിയർ ഫ്രണ്ട്സ്, ലണ്ടൻ ബ്രോയുടെ ഏറ്റവും മുതലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ UK യിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നതിൽ 2027 തുടക്കം തൊട്ട് നിരോധനം കൊണ്ടുവരികയാണ് എന്ന രീതിയിൽ ഒരു പുതിയ നിയമം നിലവിലുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ UK കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട UK ഇതേപോലെ കുട്ടികൾക്ക് യൂട്യൂബ് പോലെയുള്ള അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരികയാണ് എന്നൊരു വാർത്ത കണ്ടിരുന്നു UK. അതേപോലെ തന്നെ UK കഴിഞ്ഞ ദിവസം UK ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് 2027 തൊട്ടാണ് എന്ന് മാത്രം. 2027 തുടക്കം മുതൽ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്ടോക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരികയാണ്. നിയമം എന്തായാലും തീർച്ചയായിട്ടും നിലവിലിരിക്കുന്ന നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോ നിലവിൽ വരുമ്പോൾ നമ്മൾ പാരൻസ് UK പാരൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. കാരണം ഇത് ഇന്ത്യയല്ല UK ആണ്. തീർച്ചയായിട്ടും നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ നിയമം ലംഘിക്കുകയാണെങ്കിൽ ജയിൽ പോകും. അതുകൊണ്ട് തന്നെ ഈ 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പാരൻസാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം എന്ന് താല്പര്യപ്പെടുകയാണ്. നേരെ വീഡിയോട്ട് കിടക്കാം. വീഡിയോ ഇൻഫോർമേറ്റീവ് തോന്നുകയാണെങ്കിൽ പതിവ് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ UK 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പാരൻസാണ് നിങ്ങളെങ്കിൽ ആദ്യമേ നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷനാണല്ലേ, ഒരു കൺഫ്യൂഷനാണ്. പുതിയ നിയമം 2027 നിലവിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമ്മുടെയൊക്കെ കുട്ടികൾ എന്തൊക്കെയാണ് യൂട്യൂബ് പോലെയുള്ള മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെയാണ് കാണുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും റോബ്ലോക്സ് പോലെയുള്ള പല ഗെയിമിംഗ് ആപ്പുകളും പല ഗെയിമുകളും പലരും കാണുന്നുണ്ടാവും. യൂട്യൂബ് കിഡ്സ് കാണുന്നുണ്ടാവും. അപ്പോൾ അതിലൊക്കെ കണ്ടിട്ട് പല ആൾക്കാരും പലരും റോബ്ലോക്സ് കാണണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വെച്ച് കാണുന്നൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ റോബ്ലോക്സ് പോലെയുള്ള ഗെയിംസൊക്കെ നല്ലതാണോ, അതിൽ കണ്ടന്റ് മോശമാണോ, കണ്ടന്റ് നമുക്ക് കുട്ടികൾ കാണുന്നത് ബെറ്റർ ആണോ എന്നതിനെക്കുറിച്ച് പിന്നീട് വേറെ അവസരത്തിൽ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ റോബ്ലോക്സ് പോലെയുള്ള ആപ്പുകളൊക്കെ ഗവൺമെൻറ് നിരോധിക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ഒരു ഡൗട്ടാണ്, നമുക്ക് ഓരോ ഘട്ടമായിട്ട് മുന്നോട്ട് പോകാം അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ആപ്പുകളൊന്നും നിരോധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമത്തിൽ പ്രകാരം തുടക്കത്തിൽ ബേസിക് പ്രകാരം മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. പകരം സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കുട്ടികൾ ഇടപഴകുന്ന ആപ്പുകളിൽ കൺട്രോൾ കൊണ്ടുവരും. ഇപ്പോൾ റോബോക്സിലൊക്കെ തീർച്ചയായിട്ടും അപരിചിതരായിട്ട് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് കുട്ടികളൊക്കെ സംസാരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ എന്താണ് PUBG ഒക്കെ കളിക്കുന്ന ടൈപ്പുള്ളൊരു ഗെയിമാണ് ഈ റോബോക്സ്, അറിയുന്നവർക്കറിയാം. അപ്പോൾ അതിലൊക്കെ നമ്മൾ അപരിചിതരുമായി സംസാരിക്കേണ്ടി വരും, സ്ട്രേഞ്ചേഴ്സുമായി സംസാരിക്കേണ്ടി വരും. അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് എന്ത് ചെയ്യും, പുതിയ ഈ 2027 നിലവിൽ വരുന്ന നിയമത്തിൽ അത്തരം കാര്യങ്ങളിൽ കൺട്രോൾ കൊണ്ടുവരും. അപ്പോൾ ഇപ്പോൾ റോബ്ലോക്സ് പോലെയുള്ള ഗെയിമുകളൊക്കെ ആണെങ്കിൽ ആ ഗെയിമിൽ ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സുമായിട്ട് സംസാരിക്കേണ്ടി വരുന്ന, ഇടപഴകേണ്ടി വരുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അതെല്ലാം ബ്ലോക്കാക്കി വെക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതായത് പല ആപ്പുകളിലും മെസ്സേജിങ് ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവില്ലേ, ചാറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവും. അത്തരം കാര്യങ്ങളെല്ലാം കർശനമായി നിയന്ത്രണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരും എന്നുള്ളത്. അതേപോലെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്, ഏറ്റവും കൂടുതൽ കുട്ടികൾ കാണുന്ന യൂട്യൂബാണ്. ഒരു സംശയമില്ല. യൂട്യൂബ് കിഡ്സും യൂട്യൂബും ഒക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി എഡ്യൂക്കേഷണൽ വീഡിയോസ് കാണുന്നുണ്ടാവും. യൂട്യൂബ് കിഡ്സിൽ ഒരുപാട് ഗെയിംസും അതേപോലെയുള്ള പല കാര്യങ്ങളും കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഗവൺമെൻറ് ഇപ്പോൾ ഇങ്ങനെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ നിരോധനം കൊണ്ടുവരികയാണെങ്കിൽ അപ്പോൾ നമ്മുടെ പാരൻസിനുള്ള കൺഫ്യൂഷൻ ഇതാണ്, യൂട്യൂബ് കിഡ്സ് കാണാമെന്നുള്ളതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും വിനോദോപാധി എന്ന രീതിയിൽ അല്ലാതെ എഡ്യൂക്കേഷണൽ രീതിയിലൊക്കെ കാണാൻ പറ്റാവുന്ന കാര്യങ്ങൾക്കൊന്നും കൺട്രോളിങ് ഉണ്ടാവില്ല എന്ന് തന്നെ കരുതാം. അപ്പോൾ അതായത് ഇപ്പോൾ എഡ്യൂക്കേഷണൽ വീഡിയോസ് കാണുന്നതിനൊന്നും ഒരു രീതിയിലുള്ള കൺട്രോളിങ് ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെ. പിന്നെ വാട്സാപ്പ് ഉപയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ വാട്സാപ്പിന് ഒരിക്കലും ഒരു വലിയൊരു ഇഷ്യൂ ഉള്ള രീതിയിൽ ഗവൺമെൻറ് കരുതിയിട്ടില്ല. വാട്സാപ്പിലൊക്കെ നമ്മൾ കോൺടാക്റ്റിൽ സംസാരിക്കുന്ന മെസ്സേജ് സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തൊന്നും ആയിരിക്കില്ലല്ലോ. തീർച്ചയായിട്ടും നമ്മളെ സുഹൃത്തുക്കളുള്ള ആൾക്കാരായിട്ടൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അത് മാത്രമല്ല അത് ഗെയിം പോലെയോ അതിൽ നമ്മൾ അഡിക്റ്റായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളൊന്നും ഗവൺമെൻറ് തൽക്കാലം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു 16 വയസ്സിന് താഴെയുള്ള ആൾക്കാർ വാട്സാപ്പ് ഉപയോഗിക്കുന്നതിലൊന്നും തൽക്കാലം ഈ ഒരു പുതിയ നിയമത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ VPN ഉപയോഗിച്ചിട്ട് കുട്ടികൾ നിയമം മറികടക്കുമോ എന്നുള്ള കൺഫ്യൂഷൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം പ്രായം, ഇപ്പോൾ എന്തെങ്കിലും ഒരു ആപ്പിൽ കയറുമ്പോൾ പ്രായം വ്യക്തമാക്കാൻ വേണ്ടി ഫേസ് സ്കാൻ ചെയ്യുന്ന ഓപ്ഷൻസൊക്കെ പണ്ട് തൊട്ടേ UK ഉണ്ട് കേട്ടോ. ഇന്ത്യയിലും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആപ്പിൽ കയറിയുള്ള ഒരു ഫേസ് സ്കാനൊക്കെ ചോദിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. അത് എന്തിനാണ്, നമ്മൾ ഏജ് റെക്കഗ്നൈസ് ചെയ്യാനൊക്കെയാണ്. അപ്പോൾ പലരും VPN ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മറികടക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മറികടക്കുമോ കുട്ടികൾ എന്നൊരു ഭയത്താൽ തന്നെ VPN ആപ്പുകൾക്കും പ്രായപരിധി നിശ്ചയിക്കാനുള്ള ഒരു ചർച്ചയിലാണ് ഗവൺമെൻറ് എന്നുള്ളതാണ്. പുതിയൊരു നിയമം എപ്പോൾ നിലവിൽ വരും എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയോടെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വിഷയം. സെക്കൻഡറി ലെജിസ്ലേഷൻ എന്ന് പറയും. അതായത് വലിയ രീതിയിൽ ചർച്ച നടത്താതെ പാർലമെന്റ് നിയമനിർമ്മാണമൊന്നും ആവശ്യമില്ലാത്തൊരു വിഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് ഇത് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ സാധിക്കും. 2027 ജനുവരി ഫെബ്രുവരിയോടെയൊക്കെ ഇതെന്ത് ചെയ്യാൻ പറ്റും, പാർലമെന്റിൽ ചർച്ചയ്ക്ക് ഇട്ടിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു ടെക് കമ്പനികൾ ഇതിനെതിരെ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ മാത്രം ഇത് നീണ്ടുപോയേക്കാം എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തെയും സുരക്ഷയെയും മുൻകരുത്തി
ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ നിലവിൽ വരാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ച് വരും കാലങ്ങളിലെ തീരുമാനങ്ങൾക്കനുസരിച്ചായിരിക്കും തീരുമാനമെടുക്കുക. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം മൂലം ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾക്കും അതേപോലെ തന്നെ ചതിക്കുഴികൾക്കും ഓൺലൈൻ ചതിക്കുഴികളിൽ നിന്നൊക്കെ കുട്ടികളെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മാതാപിതാക്കൾ പാരൻസ് ആദ്യം ഈ നിയമത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. ഇതൊരിക്കലും കുട്ടികളെ ശിക്ഷിക്കാനുള്ളൊരു നടപടിയല്ല, പകരം അവരെ നല്ലതിന് വേണ്ടിയിട്ടുള്ള ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമത്തിൻ്റെ തുടക്കമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ ചെറുപ്പപ്രായത്തിൽ നമ്മളൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇതേപോലെയുള്ള ഫോണോ സാങ്കേതിക വിദ്യകളോ AI സംവിധാനങ്ങളൊന്നും നമുക്കുണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളെല്ലാം അറിയേണ്ട പ്രായത്തിൽ അറിഞ്ഞ് പതുക്കെയാണ് വളർന്നത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് എല്ലാ AI സംവിധാനങ്ങളും മറ്റു വീഡിയോ കോൾസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പ്രായത്തിന് മുൻപേ പെട്ടെന്ന് പക്വതയാർജിക്കുന്നതിന് മുൻപേ കാര്യങ്ങളെല്ലാം അറിയുകയും അത് അവരുടെ ലൈഫിനെ ബാധിക്കുന്ന ട്രോമയിലോട്ടും മറ്റും പോകാനും അപകടകരമായ വിധം അവരെ ബാധിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ നിയമം സ്വാഗതാർഹമാണ് എന്നും ഇതിൻ്റെ വരുംവരായികളെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും പാരൻസ് എന്ന രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. പെട്ടെന്നൊരു ദിവസം അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ഗവൺമെൻറ് ഇങ്ങനെ നിയമം പാസ്സാക്കി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇപ്പം തൊട്ട് തന്നെ ഇത്തരമൊരു നിയമം 2027 തുടക്കത്തിൽ തന്നെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അതിന് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് നമ്മളുടെ കർത്തവ്യം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വാട്സാപ്പ് ചാറ്റിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാ ചാറ്റിലൂടെയും ഒക്കെ കുട്ടികൾ ഫ്രണ്ട്സുമായിട്ട് ഇടപഴകിയിരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് നിയമം വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ബദലായിട്ട് ഒരു വർഷം ഇനി സമയമുണ്ടല്ലോ, ഒരു വർഷമില്ല എങ്കിലും 2027 ജാനുവരിയൊക്കെ ആവുന്നതിന് മുൻപ് ഇപ്പം തൊട്ട് തന്നെ അവരെയൊക്കെ ഗ്രൗണ്ടിലൊക്കെ പോയി സുഹൃത്തുക്കളുമായൊക്കെ സംസാരിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ബദൽ സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണ് വേണ്ടത്. UK സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ സ്കൂളുമായി കേന്ദ്രീകരിച്ചിട്ടൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളെ കുട്ടികളെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, കൂടുതൽ ഫ്രണ്ട്സുമായിട്ട് ഇടപഴകാനുള്ള അവസരങ്ങൾ ഉണ്ടായി കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കുട്ടികൾ സാങ്കേതിക വിദ്യയിലൊക്കെ നമ്മളെ പാരൻസിനേക്കാളും കൂടുതൽ ബുദ്ധി അല്ലെങ്കിൽ എന്താ പറയുക അറിവ് ഉള്ള ആൾക്കാരാണ് അല്ലേ ഇപ്പോഴത്തെ തലമുറ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ AI അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്താണ് ചെയ്യുന്നത് എന്നത് വീക്ഷിക്കുക. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അല്ലെങ്കിൽ VPN അവർ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചൊക്കെ എന്താ പറയുക ഉപയോഗിക്കുകയുണ്ടോ, അത് ഉപയോഗിച്ച് ഇതിനെയൊക്കെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത്. യൂട്യൂബ് കിഡ്സിന് എന്തായാലും വിലക്കുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ യൂട്യൂബ് കിഡ്സിലോട്ട് പല കുട്ടികളെയും യൂട്യൂബിൽ നിന്ന് മാറ്റി കിഡ്സിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വരികയും ഇപ്പം തന്നെ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ 16 വയസ്സിന് താഴെ എന്ന് പറയുമ്പോൾ ഒരു 10 വയസ്സ് 8 വയസ്സിന് മേലുള്ള 10 വയസ്സിന് മേലുള്ള കുട്ടികൾക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ വലിയ ഇഷ്യൂ വരാൻ സാധ്യത. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ റോബോക്സ് പോലെയുള്ള ഗെയിമിംഗ് ആപ്പുകളൊക്കെ കുട്ടികൾ കളിക്കുന്നുണ്ടെങ്കിൽ അതിൽ സ്ട്രേഞ്ചേഴ്സ് നമ്മളെ കുട്ടികളുമായി ചാറ്റ് ചെയ്യുന്നത് തടയാൻ വേണ്ടി പാരന്റൽ കൺട്രോളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നല്ലതായി. പിന്നെ കുട്ടികളെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾ എപ്പോഴും നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. നമ്മൾ അവർക്ക് മുന്നിൽ നീ ഫോൺ എടുക്കരുത്, നീ TV കാണരുത് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഫോൺ 24 മണിക്കൂർ ഫോണിലും നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യും. പണ്ടത്തെ നമ്മളെ കാലമല്ല, കാലങ്ങൾ മാറി. അതുകൊണ്ട് നമ്മൾ അവർക്ക് മാതൃകയായിരിക്കുക. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 2027 സ്റ്റാർട്ടിംഗ് തൊട്ട് സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്ന ഒരു നിയമം നിലവിൽ വരാൻ പോവുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ UK ഉള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കാര്യങ്ങൾ എല്ലാവരും അറിയട്ടെ അല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ്. ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ, സീ യു, താങ്ക് യു വെരി മച്ച്.